അവയവ കച്ചവടത്തിലിരയായ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീർ 1 കൊല്ലം മുമ്പ് വീട്ടിൽ നിന്ന് പോയതാണെന്ന് പിതാവ് ബഷീർ. ഷമീറിനെക്കുറിച്ചുള്ള നിലവിലെ വിവരങ്ങൾ ഒന്നും അറിയില്ലെന്നും ബഷീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം ഷമീർ നേരത്തെയും അവയവദാനത്തിന് ശ്രമിച്ചതായി വാർഡ് കൗൺസിലർ മൻസൂർ പറഞ്ഞു. അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത്ത് നാസർ കുറ്റം സമ്മതിച്ചതിന് പിന്നാലെയാണ് ഇരയായ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറിനെ കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. എന്നാൽ സംഭവവുമായി ഒന്നും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഷമീറിന്റെ നാട്ടുകാർ. സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ 1 വർഷം മുമ്പ് ഷമീർ വീട്ടിൽ നിന്നിറങ്ങിപ്പോയതാണെന്നും പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ രേഖകൾ ഷമീർ കൊണ്ടുപോയിരുന്നതായും പിതാവ് ബഷീർ പറഞ്ഞു. അവയവദാനത്തെക്കുറിച്ച് പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞതെന്നും ബഷീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വീട്ടിൽ നിന്നൊക്കെ വഴക്കിട്ടിട്ട് പോയതാണ് എൻ്റെ കയ്യിൽ. ഇന്ന് വന്നിട്ടുണ്ട്, വിജിലൻസ് ഇവർ വന്നിട്ടുണ്ട്. അപ്പോഴാണ് അറിഞ്ഞത്. അവൻ ഇറാൻ എത്തിയിട്ടുണ്ടായില്ല, നമുക്കറിയില്ല സാറേ എവിടുന്നാണ്. പിന്നെ അവനെ എറണാകുളത്താണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് പോലീസുമാർ അവർ ക്ലിയറായിട്ട് പറയുന്നില്ല. അതേസമയം ഷമീർ നേരത്തെയും അവയവദാനത്തിന് ശ്രമിച്ചിരുന്നതായി വാർഡ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി അറിയിച്ചു. സാമ്പത്തിക നിരക്കം മാറുന്നതിന് വേണ്ടിയായിരിക്കാം ഇതിന് തയ്യാറായിരിക്കുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങളായി ഇതിന് പിന്നാലുണ്ട്. പ്രതി സാബിത്ത് നാസർ പിടിയിലാകുന്നതിന് പിന്നാലെ ഇന്നലെ നെടുമ്പാശ്ശേരി പോലീസ് ഷമീറിന്റെ നാട്ടിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. റിപ്പോർട്ടർ, പാലക്കാട്.